എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു പപ്പായ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പപ്പായ ഇങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കൊത്തി അരിയാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ടു. കടുകിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, ആ ജീരകം കൂടി അതിനകത്തേക്ക് ചേർത്തു. എന്നിട്ട് ഈ കടുകും ജീരകവും കൂടി നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പുറകിന് തന്നെ നമ്മൾ തോരന് എത്രയാണോ എരിവ് വേണ്ടത്, കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, അതായത് പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ബാക്കിക്കുള്ള മുളക് പൊടി, ആ മുളക് പൊടിയും കൂടെ ചേർത്ത് ആ ചൂടായ എണ്ണയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പപ്പായ ഇട്ടു. അതിനുശേഷം ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും ഉപ്പും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഈ മുളകും മഞ്ഞളും ഉപ്പും എല്ലാം ഈ പപ്പായയിൽ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇളക്കണം. നന്നായിട്ട് ചെറുതീയിൽ ഇളക്കി വേകാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. നമ്മൾ അല്ലാതെ ഇരുമ്പ് ചീനച്ചട്ടിയോ അതല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കൈപ്പിടി ഇങ്ങനെ വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തട്ടിപ്പോത്തി അടപ്പ് വെച്ച് വേവിച്ച് അടപ്പ് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് വേകും. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര അതും കൂടി ചേർത്തു. ഒരു ശകലം പഞ്ചസാര ഇങ്ങനെ നമ്മളൊന്ന് ഒരു നുള്ളി ഇട്ടാൽ മതി. അതിനുശേഷം ഈ തോരൻ ആവശ്യമായ തേങ്ങ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിക്കണം. അതായത് ഈ പപ്പരക്കയുടെ കൂട്ടും, അതായത് പപ്പായയുടെ കൂട്ടും തേങ്ങയും ഈ പഞ്ചസാരയും ഉപ്പും മുളകും ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് പഞ്ചസാര നമ്മൾ എന്തിനാണ് ചേർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ മധുരമുള്ള പപ്പായ ആണെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. തീരെ പിഞ്ച് ആയിട്ടുള്ള പപ്പായ ആണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ രുചി വർദ്ധിക്കും. ഈ പപ്പായ തോരനും ഉപ്പുമാങ്ങ ചമ്മന്തിയും തൈരും പപ്പായയും ചേമ്പും വിത്തും കൂടിയുള്ള സാമ്പാറും നല്ല കോമ്പിനേഷനാണ്. ഇഷ്ടം പോലെ ചോറുണ്ണും, അത്രയ്ക്ക് രുചിയാണ്. പപ്പായയും ചേമ്പും വിത്തും അത് മാത്രം മതി സാമ്പാർ വെക്കാനായിട്ട്. നല്ല രുചിയാണ്, നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ വെച്ചാൽ ഒന്ന് വെച്ച് നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും.